CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ തോറ്റുവെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് പ്രയാസം. ഇത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെ ഒരു സ്ഥിരതയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ബോധ്യമില്ല ആരാണ് ജയിച്ചത് ആരാണ് തോറ്റതെന്നുള്ളൊരു കാര്യത്തിൽ. അത് ഞാൻ പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത് അതാണോ? ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി നിയമത്തെ പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തു. ഇതിലിപ്പോ ആർക്കാണ് സതീശൻ ജി ഒരു ബോധ്യമില്ലാത്തത്, ആരാണ് തോറ്റത് ആരാണ് ജയിച്ചതെന്നുള്ളത്? ശരിക്കും CPM-നാണോ അതോ UDF-നാണോ അതോ ഈ പറയുന്ന പിണറായി വിജയനാണോ അതോ നിങ്ങൾക്കാണോ, VD സതീശനാണോ ഒരു ബോധ്യമില്ലാത്തത്? ഇത് കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ ചെസ് നമ്പർ 2 ഒന്ന് കണ്ടേക്കാം. അതിനകത്ത് തർക്കിക്കരുത്, സീനിയർ മെമ്പേഴ്സ് അതിനകത്ത് തർക്കിക്കാൻ നിൽക്കരുത്. ചട്ടം അനുസരിച്ച് നമുക്ക് പോകട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. ഇതിൽ എനിക്ക് ദിലീപ് ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗ് ഓർമ്മ വരുന്നത്, സ്ലിപ്പായതാണോ എന്ന് പറയുന്നത് പോലെ. ഇതിപ്പോൾ നമ്മുടെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ഇങ്ങനെ നാക്ക് സ്ലിപ്പാവുന്നത്. ഇതിനു മുൻപും പലതവണയും സ്ലിപ്പായിട്ടുണ്ട്. അത് VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യന് മാത്രമല്ല, ഈ പാർട്ടിയിലുള്ള പല ആളുകൾക്കും നാക്ക് സ്ലിപ്പായിട്ടുണ്ട്. എൻ്റെ പൊന്ന് സതീശൻ ജി അടങ്ങുന്ന UDF ഈ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ഒരു സംശയവുമില്ല പിണറായി വിജയനും ആ പാർട്ടിയും തോറ്റുപോയെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ജയിച്ചു വന്ന് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ബോധ്യമായിട്ടില്ല. നിങ്ങളിപ്പോഴും ഒരു മാന്ത്രിക ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ജയിച്ചത്, ഞങ്ങൾ ജയിച്ചോ, അതോ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണോ മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, നിങ്ങളാണ് ഭരണപക്ഷം, പിണറായി വിജയൻ പ്രതിപക്ഷമാണെന്നുള്ളത്. ഇത് വേണമെങ്കിൽ ഒരു 100 തവണ ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ബൈ.